ഹായ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ടർക്കിഷ് ഡിലൈറ്റ് ആണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ക്രോണിക്കിൾസ് ഓഫ് നാണികളൊക്കെ കണ്ടിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ചാനലിൽ എന്താ 2 വോയിസ് വരണേന്ന് അല്ലേ? ഇടയ്ക്ക് ഒരു വോയിസ് വരും, പിന്നെ വേറെ വോയിസ് വരും, ഇടയ്ക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യണ പോലെ തോന്നുന്നു. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പം ഇന്ന് എന്തായാലും ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ പോവാണ്. ഞാൻ പൊന്നു സിന്ധൂസ് കറി വേൾഡിൽ നടത്തുന്ന സിന്ധുവിൻ്റെ മകളാണ്. ഞാനാണ് ഈ ചാനൽ ആദ്യം ആങ്കർ ചെയ്തിരുന്നത്, ഹോസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണ്. പിന്നെ ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് അധികം അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയില്ല, ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം മമ്മി ഇങ്ങനെ അടുത്തുനിന്ന് പറഞ്ഞു തരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പലരും കൺസിലിട്ടു, അടുത്തുനിന്ന് ആരോ പറയണ പോലെ തോന്നുന്നു, ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൽ പിന്നെയാണ് മമ്മി അത് സ്വയം ചെയ്യാൻ തുടങ്ങിയതും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഇപ്പൊ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വരണേന്നൊക്കെ. എന്റെ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചോദിച്ചു, അല്ല നിനക്ക് എന്താ മക്കളൊക്കെ ഉണ്ടോ, നിനക്ക് എങ്ങനെയാ മക്കൾ, അമ്മായിമ്മയൊക്കെ എങ്ങനെയാ നിനക്ക് വരണേന്നൊക്കെ ചോദിച്ചു. അപ്പൊ പിന്നെ എന്നാ ഇതങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വെച്ചു. അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇതങ്ങോട്ട് പറയാന്ന് വെച്ച് ഇതിങ്ങനെ പറയുന്നതും. അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ട് എന്നെ ഈ ഒരു സീക്രട്ട് റിവീൽ ചെയ്യാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു ഇന്റർനാഷണൽ സാധനമായിട്ട് ഞാൻ വന്നത്. അപ്പൊ നമുക്ക് ടർക്കിഷ് ഡിലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ടർക്കിഷ് ഡിലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 250 ml വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് കുറച്ച് ജലാറ്റിൻ ആണ്. ഒരു 25 ഗ്രാം ജലാറ്റിൻ ആണ് നമുക്കിവിടെ ആവശ്യം വരാം. അപ്പൊ 25 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണിനോളം നമുക്ക് ആവശ്യം വരും. അപ്പൊ 2.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ പതുക്കെ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജലാറ്റിൻ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് അലിയിച്ചിട്ടുണ്ട്. ഇനി അത് ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇനിയുള്ള പ്രൊസീജിയർ തുടങ്ങാം. 10 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ജലാറ്റിൻ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിക്കാം. ആ ജലാറ്റിൻ മാക്സിമം എടുക്കാൻ നോക്കാം, ഒട്ടും കളയാണ്ട് തന്നെ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇടണം, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ജലാറ്റിൻ ഞാൻ മോസ്റ്റ് ഒഴിച്ചു. ഇനി ആ ഒരു പാത്രം നന്നായി വടിച്ചെടുക്കാം, ഒട്ടും ബാക്കി അതിനകത്ത് വെക്കരുത്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 400 ഗ്രാംസ് വരെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ പറ്റും, കാരണം നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. പക്ഷെ ഞാനൊരു 1.5 കപ്പ് ആഡ് ചെയ്യണല്ലോ, കാരണം അത്രയും പഞ്ചസാര എന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമായി പോവും. അപ്പൊ അതിമധുരം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഒരു 1.5 കപ്പ് ആഡ് ചെയ്യണല്ലോ. ഇനി തീരെ മധുരം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരു കപ്പ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ അടുത്ത ഒരു 1/2 കപ്പ് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ ഞാൻ ആ ജലാറ്റിൻ ഒഴിച്ചു വെച്ച ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചതാണ്. അപ്പോൾ കഴുകി ഒഴിച്ചതല്ല, വടിച്ചൊഴിച്ചതാണ്. കാരണം നമുക്ക് ഒട്ടും ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജലാറ്റിനും വെള്ളം കൂട്ടിയുള്ള മിക്സർ ശരിക്കും വടിച്ചൊഴിച്ചു, ഒട്ടും പോവാതെ മാക്സിമം നമ്മൾ പാനിലേക്ക് ഒഴിക്കാൻ നോക്കണത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഇതിനൊരു പാനിയാക്കി എടുക്കണം. അപ്പോൾ ഈ ടർക്കിഷ് ഡിലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ടർക്കിഷ് ഡിലൈറ്റിനെ പറ്റി കാണുന്നത്. പക്ഷെ അന്ന് ആ വൈറ്റ് വിച്ച് അത് കൊടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച സ്പാനിഷ് ഡിലൈറ്റ് ഒക്കെ പോലെ അതൊരു ഐസ്ക്രീമാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ ചെറിയ കുട്ടിയാണ്, അപ്പൊ ഞാൻ വിചാരിച്ചത് അതൊരു ഐസ്ക്രീമാണെന്ന്. എനിക്ക് അന്ന് ശരിക്കും കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് വേഗം കണ്ടു, അപ്പോഴേക്കും എന്തോ ചാനൽ മറ്റെന്തൊക്കെ ഉണ്ടായി, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ആ സിനിമ ഓർമ്മയുണ്ട്, വാക്കും ഓർമ്മയുണ്ട്. പിന്നീട് ഞങ്ങള് ഗ്ലോബൽ വില്ലേജ്, ദുബായിലെ ഗ്ലോബൽ വില്ലേജിലെ ടർക്കിഷ് പവലിയനിൽ വെച്ചിട്ട് ഈ സാധനം വീണ്ടും കഴിക്കാൻ പറ്റി. ആദ്യമായിട്ട് ടർക്കിഷ് ഡിലൈറ്റ് കഴിക്കണത് അവിടെ വെച്ചിട്ടാണ്. അന്ന് കഴിച്ചപ്പോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, പക്ഷെ അത് ടർക്കിഷ് ഡിലൈറ്റ് ആണെന്നുള്ളത് അന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലായിരുന്നു. എന്തോ ടർക്കിയുടെ എന്തോ ഒരു നല്ലൊരു സ്വീറ്റ് ആണ്, ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ മനസ്സിലായി. കാരണം ആ പവലിയനിൽ ഫുള്ളെന്ന് പറഞ്ഞോണം ഈ ടർക്കിഷ് ഈ ജെല്ലി പോലെ കിടക്കുന്ന ഈ സാധനം തന്നെയാണ് ആ ഫുൾ പവലിയനിൽ ഉണ്ടായിരുന്നത്.
ഭാഷയൊന്നും അവിടെ അവർ പറയണതൊന്നും ശരിക്കും മനസ്സിലാവാത്തോണ്ട് ഇത് എന്നിട്ടാന്ന് ചോദിക്കുമ്പോൾ ഒരു ജെല്ലി പോലെ ജസ്റ്റ് അവർ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഒരു ടേസ്റ്റ് ഒക്കെ നോക്കിയെന്നുണ്ടെങ്കിലും എന്താ സാധനം എന്ന് അറിയില്ലായിരുന്നു. പിന്നീട് വീണ്ടും വന്നപ്പോ എന്റെ അനിയൻ പഠിക്കണ ഇംഗ്ലീഷില് ഒരു ചാപ്റ്റർ പഠിച്ചു. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഞാനിപ്പോ 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അനിയൻ ഇതിപ്പോ കുറച്ചാൾ മുൻപ് അവന്റെ ഒരു ഇംഗ്ലീഷ് ചാപ്റ്ററിൽ ഈ ക്രോണിക്കിൾസ് ഓഫ് നാർണിയുടെ തന്നെ ഒരു സ്റ്റോറി പോലെ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ അതിനകത്തും കൂടി അത് കണ്ടപ്പോ അതിനകത്ത് ഈ വൈറ്റ് വിച്ച് കൊടുത്തു ഭയങ്കര മാജിക്കൽ എന്നൊക്കെ ഉണ്ട് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിക്കണ്ടപ്പോ അവൻ പറഞ്ഞു അവനൊന്ന് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വാശിക്കായി അമ്മയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ അമ്മ ഞങ്ങൾ പണ്ട് അന്ന് ഇതിന്റെ റെസിപ്പി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ടർക്കിഷ് പവലിയനിൽ നിന്ന് കഴിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടഫ് റെസിപ്പിയാണ്. ക്രീം ഓഫ് ടാർട്ടാർ വേണം, അതിന് കുറെ അവരുടെ ഒതന്റിക് റെസിപ്പിയിൽ കുറെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പോ അതെന്തായാലും പറ്റില്ല. അത് ഹലുവൊക്കെ പോലെ കുറെ നേരം ഇളക്കി ഉണ്ടാക്കാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പൊ ഞങ്ങൾ അന്നത് വേണ്ടെന്ന് വെച്ചാ പിന്നെ ഇപ്പോ അവൻ വന്നിട്ട് ഇത് ഉണ്ടാക്കി തായോ ഇത് കഴിക്കണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അന്നാ പിന്നെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചിട്ട് വീണ്ടും ഇരുന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ റെസിപ്പി കിട്ടിയത്, ഈ ഒരു ഈസി റെസിപ്പി കിട്ടിയത്. ഇതാവുമ്പോ അധികം ഇളക്കൊന്നും വേണ്ട. ഇങ്ങനെ മറ്റേ ഹലുവ ഉണ്ടാക്കണ പോലെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഏതാണ്ട് സിമിലർ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. വലിയ മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. മുൻപൊരിക്കൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ പഞ്ചസാര ഇങ്ങനെ അലിയിച്ചെടുക്കാനായിട്ട്. പഞ്ചസാര അലിഞ്ഞൊരു പാനി പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ലെമൺ ജ്യൂസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എന്തിനാ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര പെട്ടെന്ന് ക്രിസ്റ്റലൈസ് ആയി പോകും. പനീരത്തെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാണ്ട് നമ്മുടെ ജെല്ലി ശരിക്കും വരാൻ വേണ്ടിയിട്ടാണ് ഈ ലൈം ജ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ കുറച്ചു നേരം വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു ഓറഞ്ച് റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് റോസ് വാട്ടർ ഒക്കെ ഒഴിക്കണോണ്ട് വേണമെങ്കിൽ ഒരു റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ നോക്കിയപ്പോ എന്റെ കയ്യിൽ റെഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓറഞ്ച് റെഡ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിനകത്ത് ഇപ്പോ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് പോലെ തോന്നുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. ഇത് പല കളേഴ്സിൽ വരുന്നുണ്ട്. റോസ് വാട്ടർ ഒഴിക്കണോണ്ട് ഒരു റെഡ് ഒക്കെ ആഡ് ചെയ്താൽ ഇപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റെഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ ഓറഞ്ച് റെഡ് ആഡ് ചെയ്തു. അത് കളർ ഒരു പ്രശ്നമാക്കണ്ട. പക്ഷെ ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്താൽ ശരിക്കും നല്ല ആപ്പറ്റൈസിങ് ആയിട്ട് തോന്നുള്ളൂ. കളർ ഒന്നും ആഡ് ചെയ്യാണ്ടിരുന്ന ഒരു ട്രാൻസ്ലൂസന്റ് ഷെയ്ഡാണ് വരാം. അത് അത്ര ഒരു ആപ്പറ്റൈസിങ് ആയിരിക്കില്ല. അതുകൊണ്ട് കളർ ആഡ് ചെയ്യുന്നതന്നെ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു വളരെ കുറച്ച് ടൈനി പിഞ്ച് ആണ് ഇടണേ. അതാ ശരിക്കും പറഞ്ഞാൽ ആ പഞ്ചസാരയുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കണതാണ്. അത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോ സ്റ്റൗമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് 2 റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഞാനിത് തൽക്കാലം ഇവിടെ പുറത്ത് തന്നെ വെച്ചേക്കാണ്. ഇതിപ്പോ ഫ്രിഡ്ജിൽ വെക്കണില്ല. ഇപ്പോ ഇത് റൂം ടെമ്പറേച്ചർ ആവട്ടെ. ഇതിപ്പോ നല്ല ചൂടുണ്ട്. ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഈ ചാനല് ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഒട്ടും തന്നെ ചെലവില്ല, ശരിക്കും ഫ്രീ ആണ്. അപ്പോ ഇതിപ്പോ നമുക്ക് ഇന്ന് റൂം ടെമ്പറേച്ചർ ആവട്ടെ. ഇപ്പൊ നമ്മുടെ ജെല്ലിക്കുള്ള സാധനം റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഞാൻ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. പക്ഷെ എങ്ങനെയായാലും കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പൊ ദേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ടർക്കിഷ് ഡിലൈറ്റിന്റെ ജെല്ലി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂറിൽ സെറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്.
പിന്നെ നമുക്കിതിനെ പതുക്കെ പാത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കാം. ഫസ്റ്റ് സൈഡുകളിലൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ അതിന് മുൻപ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ആദ്യം കുറച്ച് പൗഡേർഡ് ഷുഗർ, ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് എടുത്തോ, കുഴപ്പമില്ല. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പഞ്ചസാര പൊടിച്ചാണ് എടുത്തേക്കണേ. അതെടുത്തു. അതിനകത്തേക്ക് ഇതൊരു 2 ടേബിൾ സ്പൂണും അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയിടാൻ പോവാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇത് ഞാൻ ഈ പ്ലേറ്റിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കുകയാണ്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ആ ഡിമോൾഡ് ചെയ്ത ജെല്ലി വെക്കാൻ പോണേ. അപ്പം നമ്മളത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടിയിൽ, ഈ മിക്സ് ചെയ്ത പൊടിയിൽ ഇത് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കണം. നല്ലൊരു കോട്ടിങ് ഇതിന്റെ മുകളിൽ ഈ പൊടി കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ കവർ ചെയ്ത്, പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴേ കവർ ചെയ്ത് വെച്ചാൽ ഇനി മുറിക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ നല്ല കോട്ടിങ് കിട്ടണം. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ കോട്ട് ചെയ്യാം. ആ സൈഡുകളിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി മുറിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇനി നമുക്കിതിനെ ടർക്കിഷ് ഡിലൈറ്റിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതിനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ക്യൂബ്സ് പോലെ അത്യാവശ്യം വലുപ്പമുള്ള ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ആ കത്തിയുമ ഒരു ഇത്തിരി പൊടിയൊന്ന് തേച്ചിട്ടാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ മുറിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ കത്തിയുമേനെ ഒട്ടിപ്പിടിച്ച് വരും. ഇത്തിരി പൊടി ആ കത്തിയുമ തൂവി കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ സൈഡുകളൊക്കെ ഈ പൊടിയിൽ നന്നായി മുക്കി വെക്കുക. മുറിച്ചെടുത്ത ഓരോ സൈഡും മുക്കി വെക്കുക. ഇനി നമുക്കിതിനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈസിൽ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ടർക്കിഷ് ഡിലൈറ്റ് മൊത്തം നമ്മൾ മുറിച്ച് ആ പൊടിയിൽ നന്നായി ഒന്ന് റോൾ ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശരിക്കും കണ്ടാൽ തന്നെ നല്ല രസമുള്ളൊരു സാധനമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ശരിക്കും ജെല്ലിയുടെ പോലെയല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ വെറും ജെല്ലിയുടെ പോലെയല്ല, ശരിക്കും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒതന്റിക് റെസിപ്പി ഇപ്പോൾ വെറും ഒരു ജെല്ലിയുടെ ടേസ്റ്റ് അല്ല, ഒതന്റിക് സാധനത്തിന്റെ ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിനും വരുന്നുണ്ട്. ആണെങ്കിൽ ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒതന്റിക് റെസിപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി മാത്രമായിട്ട് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വെക്കേണ്ടി വരും. പക്ഷെ ഇതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി. ഇപ്പൊ ജലറ്റിനും ഒക്കെ ജെല്ലിയൊക്കെ ഉണ്ടാക്കുന്നവരുടെ വീട്ടിൽ മിക്കവരുടെയും കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ ജലറ്റിൻ മാത്രം ഒന്ന് മേടിക്കണ്ടോ, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ്സ് ബോക്സിൽ പറയുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിന്ധൂസ് കറി വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.